ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മൾ കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നേ നമുക്ക്. ഇപ്പോ ഇന്ന് 17th February മൺഡേ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. കുറച്ചൊരു ലോങ് ഡ്രൈവാണ്. അപ്പം ഞങ്ങൾ ഒരു 3:45 ആയപ്പോൾ വെളുപ്പിനെ എണീറ്റു. അത് കഴിഞ്ഞ് ഒരു 4:30 ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു തൊടുപുഴ ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കൂടെ ആശിഷത്തെ ഡ്രൈവ് ചെയ്യാണ്, അമ്മയുണ്ട്. നമ്മള് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മയുടെ വീട് വാഗമൺ കഴിഞ്ഞ് വരുന്ന പശുപ്പാറ, അവിടെയാണ് അമ്മയുടെ ശരിക്കും വീട്. അപ്പൊ അവിടെ അമ്മയുടെ ചേട്ടന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ എത്താറായി. അപ്പോൾ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺറൈസിന് മുന്നേ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെട്ടമൊക്കെ വെച്ചു. അപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വരുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ റൈസൊക്കെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേ. ഞാനതെല്ലാം കണ്ട് എൻജോയ് ചെയ്തിരുന്നു. നമ്മുടെ ജേർണി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. കാരണം അമ്മ കുറേ കാര്യങ്ങൾ അമ്മയുടെ നാട്ടിലെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പഠിച്ച സ്കൂള്, പിന്നെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം, തേയിലത്തോട്ടം, പിന്നെ കുളിക്കാൻ പോയ ഒരു ആറുണ്ടായിരുന്നു അത്, പിന്നെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ്. അങ്ങനെ തറവാട്, വീട്, കസിൻസൊക്കെ എല്ലാം അവിടെയാണ്. അപ്പോൾ അതൊക്കെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും ഒക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും അങ്ങോട്ടേക്ക് പോകാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ആശിഷും അവിടെ കുഞ്ഞിലേ പോകുമ്പോഴുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിതേ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ വണ്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം ആശിഷും അമ്മയും കുറേ കഥകൾ പറഞ്ഞത് കേട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് എൻ്റെ ഉള്ളിൽ അമ്മയുടെ ഒരു നാടും തറവാടും പള്ളി, AVT എസ്റ്റേറ്റ്, അമ്മയുടെ വീട് AVT എസ്റ്റേറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ എല്ലാ കാര്യങ്ങളും ഇതാണ് ഞാൻ പറഞ്ഞ AVT എസ്റ്റേറ്റ്, അങ്ങനെ ഓരോ പണ്ടത്തെ ഓരോ കാര്യങ്ങളും മെമ്മറീസും പിന്നെ അമ്മ പോയ സ്ഥലങ്ങളും അമ്മയുടെ സ്കൂളും എല്ലാം ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പറ്റുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഓരോന്നൊക്കെ കണ്ടും ഓരോന്ന് ഒബ്സർവ് ചെയ്തും ഒക്കെ എൻജോയ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പള്ളിയാണോ അമ്മയുടെ? ഈ പള്ളി സ്ഥലത്തിന്റെ പേരെന്താണ്? കേരളത്തിന്റെ AVT. ഈ സ്കൂളിലാണ് അമ്മ 4th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് നടക്കണം അടുത്ത സ്കൂളിലേക്ക്. അപ്പോൾ ഈ വഴിയിലൂടെ അത്രയും നടന്നാണ് അമ്മ സ്കൂളിൽ പോണേന്ന് കേൾക്കുമ്പോൾ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ വഴിയിലൂടെ അത്ര നിസ്സാരമല്ല, അത്രയും വലിയൊരു നടപ്പേ. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിക്കഴിഞ്ഞു. ഇതാണ് അമ്മയുടെ പള്ളി. അമ്മ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുറേ നാൾ കഴിഞ്ഞ് കുറേ പേരെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പണ്ടൊക്കെ ഇവരെല്ലാവരും പള്ളിയിൽ വന്നിച്ചത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കുറേ നടന്നൊക്കെയാണെന്ന്.
ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മേളിലാണ് പള്ളിയുള്ളത്. വിശ്വാസ വളർച്ചയുടെയും ആത്മീയ ശുശ്രൂഷ മേഖലകളുടെ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മണവാളന് മണവാട്ടി. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പള്ളിയിൽ, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. അമ്മ അപ്പം ഞങ്ങളോട് പറയായിരുന്നു, അമ്മയുടെ ചെറുപ്പത്തിലെ എങ്ങനെയാണോ ആ പള്ളി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. നല്ല രീതിയിലാണ് ആ ചേർച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. പള്ളിയിലത്തെയൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹാളിലായിരുന്നു പരിപാടി. നമ്മുടെ ഇവിടത്തിൽ വെച്ചൊരു വ്യത്യാസമായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കല്യാണം കൂടാൻ വരുന്നവരാരും വിശന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ളതെല്ലാം അവിടെ റെഡി ആയിരുന്നു. ആ സമയത്ത് സ്റ്റേജിലുള്ള ഓരോ പ്രോഗ്രാംസും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നേ. എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇത് സെമിത്തേരിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെയാണ് അമ്മേനെ അടക്കിയിരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഇത്രേ ഉള്ളോ? അതെന്താ മരിക്കാത്ത? അയ്യോ, ഇതിലേ കയറി പോണമായിരുന്നേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പള്ളിയിലത്തെ പരിപാടികളും ഹാളിലത്തെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇത് ആ ലൈറ്റ് യെല്ലോ ഷർട്ട് ഇട്ടേക്കുന്നതാണ് അമ്മയുടെ ചേട്ടൻ. അവിടെ എല്ലാവരെയും പരിചയപ്പെട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത്. ഈ ഒരു പാലം നിങ്ങൾ കണ്ടോ? ആ പാലം പ്രളയത്തിന് ഫുൾ ആ പാലം മുങ്ങിപ്പോയതാണെന്ന്. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി ദേ വഴി നേരെ മുകളിലേക്ക് നടക്കുമ്പോഴാണ് അമ്മ വളർന്ന വീട്. ഇതാണ് നമ്മുടെ കല്യാണ വീട്. ഇവിടെ ഹൈവേ വരുന്നതിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് റോഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ കയറി എല്ലാവരെയും പരിചയപ്പെട്ടു. പള്ളിയിൽ വെച്ചും കുറേ പേരെ പരിചയപ്പെട്ടായിരുന്നു, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതേ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് ഞാനും ആശിഷും അമ്മയും കൂടി പോവുകയാണ്. ഇതുപോലത്തെ കുളം അവിടെ ഉണ്ടായിരുന്നു. കുളം ഈ കുറച്ചാളുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പീർമേട് കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. ബൈ.